നേരിട്ട് പോയിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് താങ്കൾ ഈ ചെയ്ത് തെറ്റല്ലേ എന്ന് ചോദിക്കാം. അതിന് ഞാൻ അസംബ്ലിയിലൊരു സീറ്റിലുണ്ടാവണം. പുറത്തിരുന്നിട്ട് നമ്മൾ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഗർജിച്ചാലും അതവിടെ എത്തില്ല. എന്നിട്ട് ഞാൻ വിളിക്കും സുരേഷിനെ. എനിക്കറിയില്ല, സുരേഷ് പെട്ടെന്ന് സൈലൻ്റായിട്ട് എന്താ സുരേഷ് ഇവിടെ, വാട്ട് ഇസ് ഹാപ്പനിങ്, ഓൾ ഗുഡ്, ഇല്ല ഏട്ടാ എന്താ പറഞ്ഞു, നീ ചൂടായിട്ടിരിക്കുന്നത്, ഇല്ല ഏട്ടാ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഗോകുൽ ഒരു പ്രാവശ്യം വിളിച്ചു. ഗോകുൽ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളവിടെ ഭയങ്കര പ്രശ്നമാണ്, എന്താ അര വന്നിട്ട് അങ്കിൾ ഇപ്പം ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ അതിൽ ഡീവിയേഷൻ വരുന്നു. പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു സംസാരിച്ച് ഞാൻ വേറെ എന്തൊക്കെയാണ് സംസാരിച്ചത്. സുരേഷ് ഗോപി ആസ് എ മിനിസ്റ്റർ ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ അവിടെ പാർലമെൻറ്റിലോ പ്രധാനമന്ത്രിയുടെ മുന്നിലോ ഇന്നേ വരെ അദ്ദേഹത്തിന് ടിക്ക് ഓഫ് ചെയ്യാനുള്ളൊരു പോയിന്റ് അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. മേജർ രവി നിന്ന് കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തേർക്ക് ഒരു ഗുണമില്ല. ഓക്കെ ഫൈൻ. ഇയാൾക്ക് എന്നെ അറിയില്ല, ഇയാൾക്ക് എൻ്റെ പാസ്റ്റ് അറിയില്ല, പ്രസൻസ് അറിയില്ല. ഞാനിവിടുത്തെ എം എൽ എ ആയി കഴിഞ്ഞാൽ പിന്നെ മോദിജിയുടെ കാലിൻ്റെ താഴത്ത് ഞാൻ പോവില്ലല്ലോ. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് സെൻട്രലിൽ ഞാൻ എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്, എൻ്റെ പ്രധാനമന്ത്രിയാണ്, അതല്ലേ ഞാൻ പറയാം. പിന്നെ ഞാൻ കാലിലോട് ഇരിക്കും. നിങ്ങൾ എസ് പി ജിക്കാർ തട്ട് പിടിക്കുക എന്തോ ഈ ഒരു എം എൽ എ ശല്യമായിട്ട് മാറുക. ഹിന്ദുവാണ് ബൈ ബർത്ത്. ബേസിക്കലി ആമൻ ഇന്ത്യൻ. ഇന്ത്യൻ എന്ന് പറയുന്നതിനകത്ത് 150 കോടിയിൽ ഇന്ത്യൻ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിൽ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, വേറെ ക്രിസ്ത്യാനി ഒന്നുമില്ല. രാജേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, രവി കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കരുത്, ഒരാളും തെറി വിളിക്കുക. ഞാൻ രാജേട്ടന് എന്നെ കുറിച്ചുള്ള റെപ്യൂട്ടേഷൻ അല്ല, ചിലപ്പോൾ താൻ കൈവിട്ടു. ഞാൻ പറഞ്ഞു അങ്ങനെ അത് ചിലപ്പോൾ വിളിക്കേണ്ടവരെ വിളിക്കുമോ, അത് ഐ ആം സോറി. മേജർ രവി സാറാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം സാർ. പ്രചാരണം ഇങ്ങനെ കുഴപ്പിച്ച് തന്നെ നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇത്തവണ ഒറ്റപ്പാലത്താണ്. എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ? ഒറ്റപ്പാലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇന്ന് വളരെ പോസിറ്റീവായിട്ടാണ്. ഞാനിത് എന്നെ ഒറ്റപ്പാലത്തേക്ക് എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റപ്പാലം ആണ് ഓക്കെ എന്ന്. അപ്പം ഒറ്റപ്പാലം എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ലെഫ്റ്റിൻ്റെ കോട്ടയാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം 3 പ്രാവശ്യം നിൽക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഓക്കെ, അങ്ങനെ ഒരു ലെഫ്റ്റിൻ്റെ കോട്ടയാണെങ്കിൽ നിങ്ങൾ എന്നെ അവിടെ നിർത്തുകയാണെങ്കിൽ നോക്കാം നമുക്ക്. കാരണം ഇന്ന് ലെഫ്റ്റിൻ്റെ കോട്ടകൾ തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ബിക്കോസ് ഓഫ് ദെയർ അറഗൻറ്റ് റൂളിങ്. അറഗൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വിചാരം എന്തായിരുന്നു, ഭരണം കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർ രാജാവും ബാക്കിയുള്ളവർ പ്രജകളും. പ്രജകളല്ല, അടിമകൾ. അങ്ങനെയായിരുന്നു ഒരു മുഖ്യമന്ത്രി തൊട്ട് താഴത്തേക്കുള്ളവരുടെ ബിഹേവിയർ പാറ്റേൺ ഞാൻ കണ്ടിരിക്കുന്നു. എന്നിട്ട് ഇപ്പം നിങ്ങൾ എങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് മോഹൻലാലിനെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്താലും ശരി, ഇനി നിങ്ങൾ എന്തെല്ലാം ചിരിച്ചാലും നിങ്ങളുടെ ആ പഴയ മുഖം അതിങ്ങനെ ഇന്ന് സോഷ്യൽ മീഡിയ ഈസ് സോ ആക്റ്റീവ്. ഈ പഴയതൊക്കെയാണ് പുറത്തേക്ക് ഇട്ടത്. ഇവരുടെ സെക്രട്ടറി ഗോവിന്ദ മാഷ്ട ആദ്യം പറഞ്ഞു ഗണപതി മിത്തല്ലാണ്ട് ഉണ്ടാകുന്നുള്ളത് പറഞ്ഞു. അത് 2 ഒറ്റ ഫ്രെയിമിലിട്ടിട്ടാണ് സോഷ്യൽ മീഡിയ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കളം മാറുന്നു. സോ ഈ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളെ പിന്നെ അത് കഴിച്ചിട്ട് മീഡിയക്കാർ പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഷടപ്പ് എന്ന് പറയുന്ന രീതിയിൽ പോയത് ജനം കണ്ടതാണ്. എന്നിട്ട് വെറുതെ നിങ്ങളിത് കേരളമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേരളമല്ല. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവർ പാവങ്ങളുമാണ്. അവരുടെ പോവർട്ടി ലെവൽ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ നിങ്ങൾക്കറിയില്ല എത്ര വിഷമിച്ചിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. പക്ഷെ അവരതൊന്നും കാണിക്കാറില്ല. അതെന്താണെന്നറിയോ, നിങ്ങളവരെ കള്ളു കുടിപ്പിച്ച് മയക്കി കിടത്തിയിരിക്കുക. നിങ്ങൾ 2 വൃത്തികെട്ട സ്വഭാവങ്ങളാണ് ഇവർക്ക് കൈ കൊടുത്തിരിക്കുന്നത്. പണിയെടുക്കാതെ ലോട്ടറി ടിക്കറ്റും വിറ്റിട്ട് ജീവിക്കാൻ. അതിൽ നിന്ന് പോലും അവർക്ക് കമ്മീഷൻ കൊടുത്തിരുന്ന 10-ൽ നിന്ന് അത് 5ആക്കി 4ആക്കി ഇപ്പം എന്താ 3% മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്തിട്ടാണ്. അപ്പോൾ ദെർ ഈസ് ആൻ ആൻറ്റി ഇൻകംബ്രൻസി മൂവ് എഗൻസ്റ്റ് LDF. നിങ്ങൾ എന്ത് ന്യായീകരിക്കാൻ നോക്കുന്നത് സത്യാവസ്ഥയാണ് ഈ പറയാൻ. അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഒറ്റപ്പാലം എൻ്റെ മണ്ണാണ്. പാലക്കാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒറ്റപ്പാലത്ത് ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററില്ല, അവിടെ മാങ്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഞാങ്ങാട്ടിൽ പട്ടാമ്പിക്കടുത്ത് ഭാരതപ്പുഴയുടെ വക്കുന്നതാണ്. ഈ കൾച്ചർ എന്ന് ഞാൻ എന്നും അഭിമാനത്തോട് പറയും ഞാനൊരു വള്ളുനാടൻ ആളാണെന്നുള്ളത്. അതിപ്പോൾ നായരാണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾ വി ആർ പ്രൗഡ് ഓഫ് ദ വള്ളുവനാടൻ കൾച്ചർ. അതൊരു പ്രത്യേക കൾച്ചറാണ്. അത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്താലേ ഒരു തറവാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ആഠ്യത്വം, ആ മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കുന്നത്, അവരോടുള്ളൊരു ഭയം, നമ്മൾ എത്ര വലിയ IAS കാരനായാലും ശരി പ്രധാനമന്ത്രി ആയാലും ശരി അവരോടുള്ള ആ ഓച്ചാനിച്ച് നിൽക്കുന്ന മുതിർന്ന ആളുകളെയൊക്കെ കാണുന്നത് ഇവിടെ കാണുമ്പോൾ ഇവിടുത്തെ അമ്മമാരെ ബഹുമാനിക്കുന്ന അമ്മമാർക്കുള്ള ഒരു ആഠ്യത്വം ഇതൊക്കെ നമ്മൾ ഈ വള്ളുവനാടൻ കൾച്ചറിൽ കാണും.
അതിന് നായർ SNDP എന്നൊന്നുമില്ല. ഇവിടെ എല്ലാവരും അങ്ങനെയാണ്. ഈവൻ മുസ്ലിംസിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പ്രൗഢിയും ആഢ്യത്വവും ഉള്ളൊരു സ്ഥലം. അതാ വള്ളുവനാട്ടിൻ്റെ ഒരു കാറ്റ് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ ആം റെഡി ഫോർ ഇറ്റ്. ഇവിടെ വന്നപ്പം ഇപ്പോഴത്തെ ഈ പ്രചരണത്തിൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് തന്നെ വെച്ചാൽ എൻ്റെ പാർട്ടി തന്നെയായിരുന്നു ആദ്യം പോസ്റ്റർ ഒട്ടിക്കലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നുള്ളത് ഇപ്പോഴത്തെ MLA, അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ PK ശശിയും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടെ നോക്കുന്ന സമയത്ത് ഐ തിങ്ക് ഐ ആം ഗോയിങ് ടു വിൻ ദിസ് ഇലക്ഷൻ എന്നുള്ള, ഞാൻ വേറെ ആരെപ്പോലും ഞങ്ങൾ ജയിക്കും എന്നൊന്നും പറയും. ഐ തിങ്ക് ഐ ആം ഗോയിങ് ടു വിൻ ദിസ് ഇലക്ഷൻ. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിലും മെജറിംഗ് മത്സരിക്കും എന്ന് പറഞ്ഞാൽ എപ്പോൾ വാർത്തയുണ്ടാവും. അത് എപ്പോഴും പറയാറ് തൃപ്പൂണിത്തറയായിരിക്കും എന്നാണ്. പക്ഷെ പെട്ടെന്നാണ് സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ ഒറ്റപ്പാലത്തേക്കൊരു വരവ്. അത് താങ്കളുടെ തന്നെ ആവശ്യമായിരുന്നു. കാരണം തൃപ്പൂണിത്തറയിൽ എന്നേക്കാൾ കൂടുതൽ അവിടെയുള്ള ആളുകൾ കുറച്ചുണ്ട്. അവർക്ക് സ്ഥാനാർത്ഥിയാണെന്ന് ഞാനെന്തിനാ വെറുതെ തലവിടാൻ പോകുന്നു. പിന്നെ പ്രിൻസി ചോദിച്ച ഇതുവരെ വരുന്നു എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് സ്ഥാനാർത്ഥിത്വമോ അധികാരമൊന്നും എനിക്കൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് അന്നൊക്കെ. ഇന്ന് സ്ഥാനാർത്ഥിത്വം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഭരണം കണ്ടില്ലേ, ഇതിൽ എനിക്കൊരു സ്ഥലം വേണം. നേരിട്ട് പോയിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് താങ്കൾ ഈ ചെയ്ത് തെറ്റല്ലേ എന്ന് ചോദിക്കാം. അതിന് ഞാൻ അസംബ്ലിയിലൊരു സീറ്റിലുണ്ടാവണം. പുറത്തിരുന്നിട്ട് നമ്മൾ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഗർജിച്ചാലും അതവിടെ എത്തില്ല. അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചോദിക്കാം. പാവപ്പെട്ട ജനങ്ങൾ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് പെൻഷൻ കാശിന് വേണ്ടി നടന്നിരുന്ന ത്രേസ്യാമ്മ, വാട്ട് ഇസ് ദ നെയിം, ആ ഒരു സിറ്റുവേഷൻ അവർക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ നമ്മളവിടെ ഇരിക്കണം. ആശാ വർക്കേഴ്സ് ഒരു കൊല്ലത്തോളം അവരായിട്ട് കഷ്ടപ്പെടുത്തി. നഴ്സുമാരുടെ കാര്യം വരുന്ന സമയത്ത് ഈ ഒരു ഇതൊക്കെ സംസാരിക്കാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ 7 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഇറ്റ് വിൽ റീച്ച് ഫോർ അബൌട്ട് 1 മില്യൺ. 1 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷം 20 ലക്ഷം. ഇവിടെ 3.5 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു, ഇപ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യെസ് സർ ഐ ആം റെഡി. അങ്ങനെയാണ് ഞാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു തൃപ്പൂണിത്തുറ പാലക്കാടാണ് വേണ്ടതെന്ന് വെച്ചു. പാലക്കാട് ഞാൻ പറഞ്ഞു ഇല്ല, അവിടെ എൻ്റെ മനസ്സിലെന്തായാലും ശോഭ അവിടെ എവിടെയെങ്കിലും പോകും, കായംകുളം സൈഡിൽ എവിടെയെങ്കിലും. അപ്പം ഞാനിവിടെ കണ്ട് പ്രശാന്ത് നല്ലൊരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ആളുകളെ നിങ്ങൾ ആരെയാണ് വെച്ചാൽ കൺസിഡർ ചെയ്തോളൂ. ഒറ്റപ്പാലത്ത് നോക്കിയപ്പം കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് വേണമായിരുന്നു. സോ ഹിയർ ഐ നോ ദയ്ക്ക് 3 വർഷം കഴിഞ്ഞപ്പോൾ പാർട്ടി അങ്ങനെ കൊടുക്കാറില്ല ആർക്കും ചാൻസ്. അപ്പോൾ ഇവിടെ ആരും അങ്ങനെ പ്രശ്നത്തിന് ആർക്കും ഇല്ലായിരുന്നു, ആരും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് ടോൾഡ് ദം ദാറ്റ് ഓക്കെ ഒറ്റപ്പാലം ഇസ് ഫൈൻ. ഒറ്റപ്പാലോ ഇങ്ങനെ ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് ഞാൻ സേഫായിട്ട് ഇല്ല, ഐ ഡോണ്ട് ബിലീവ് ഇൻ സേഫ് പ്ലേയിങ്. വെൻ യു play with that vengeance and competition, and your fighter, your opposition enemy should be strong, then only the fight will be enjoyable എന്നുള്ള ഒരു വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം ജനങ്ങൾ എന്നെ കാണുന്നത് നമുക്ക് മുഖത്ത് നോക്കിയാൽ അറിയാം ഈ ആൾ മനസ്സ് തുറന്നിട്ടാണോ എന്നോട് ചിരിക്കുന്നത് അതോ എന്തെങ്കിലും ഉള്ളിൽ വെച്ചാണോ. അതല്ല, ചിലരുണ്ട് ഓക്കെ ചിലരുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഒരു ഈദ് വരുന്ന സമയത്ത് ഒരു ഈദിൻ്റെ പാർട്ടി നടക്കാറ്. അപ്പം അത് പള്ളിക്കയറ്റം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ വണ്ടിയിൽ പറയാണ് പാട്ടും കൂത്തൊക്കെ ആയിരുന്നു. ഞാൻ അവിടെ കയറി ചെന്ന് ഞാൻ പറഞ്ഞ് ഈദ് മുബാറക്കും എല്ലാവർക്കും. അവിടെ പെട്ടെന്ന് ചെക്കന്മാരുടെ നമ്മൾ ഓടി ചങ്കേ മുത്തേന്നൊക്കെ, അത് ആ മനസ്സെന്ന് വന്നതാണ്. അവരുടെ വെളിയുണ്ട് ചെറുപ്പക്കാർ, നിങ്ങൾ നമ്മുടെ മുത്താണ് കേട്ടോ, നിങ്ങൾ ഞങ്ങളുടെ ചങ്കാണെന്ന് പറയുമ്പോൾ നേരെ മറിച്ച് അപ്പുറത്ത് ശരി അപ്പം നമുക്കറിയാം ഓനെന്നെ ഇഷ്ടമല്ല. പക്ഷെ അവിടെ എന്നെ റിസീവ് ചെയ്ത് ഉള്ളു തുറന്നിട്ട് ആ ചെറുപ്പക്കാരെന്നെ കെട്ടിപ്പിടിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ മനസ്സ് നടത്തി. ആൻഡ് എവറി ഫാമിലി ദേ വർ ഓൾ സ്മൈലിംഗ് അറ്റ് മീ. അപ്പം നമുക്കറിയാം ഈ മനുഷ്യൻ എന്നോട് സ്നേഹം ഉണ്ടല്ലോ. അപ്പോൾ ഐ ഫൗണ്ട് വൺ തിങ് ദാറ്റ് 99.9% പീപ്പിൾ ഹാവ് റിസീവ്ഡ് മീ വിത്ത് ദാറ്റ് സ്മൈൽ. ഉള്ളു തുറന്നിട്ടില്ല. ഇനി അത് ആ സ്മൈൽ വോട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ there will be a big surprise for everybody. ഒറ്റപ്പാലം NDAക്ക് വേണ്ടി ഇപ്പോഴും സംസാരിക്കുന്നില്ല. പക്ഷെ ഒരാഴ്ച കഴിയട്ടെ, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒറ്റപ്പാലത്ത് നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാം. പിന്നെല്ലാം ഇറ്റ് ഓൾ ഡെസ്റ്റിനി. ഇഫ് ഐ ഹാവ് ടു വിൻ ഐ വിൽ വിൻ. ദാറ്റ് ഈസ് ഫോർ ദ ഗുഡ് ഓഫ് ദ പബ്ലിക്. ഇഫ് ഐ ഡോണ്ട് വിൻ ഐ വിൽ ഗോ ബാക്ക് ടു മൈ പ്രൊഫഷൻ, ഐ മീൻ സിനിമ. അതല്ലെങ്കിൽ ഞാനിവിടെ തന്നെയാണ്. അതുപോലെ താങ്കൾക്ക് വേണ്ടി ആദ്യമായി ചുമരെഴുതിയത് സുരേഷ് ഗോപി
MP വന്നിട്ടായിരുന്നു ചുമര് എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും ഭയങ്കര ആവേശത്തിലാണ് താങ്കളാണ് എത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു ആത്മബന്ധം എങ്ങനെയാണ്? ഞാനും സുരേഷും കൂടെ എനിക്കറിയില്ല. ഇപ്പം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് തൃശ്ശൂരിൽ സുരേഷ് നിൽക്കുന്നത്, സുരേഷ് ഇടയ്ക്കിടയ്ക്ക് ചൂടാവും. അപ്പം അവിടുത്തെ അഡ്വക്കേറ്റ് അനീഷ് ഇപ്പം അവിടെ മണ്ണൂരാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഗുരുവായൂർ നിൽക്കുന്നു. അതുപോലെ അന്ന് അവിടെ അജയ് ഘോഷ് എന്ന് പറഞ്ഞ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്ത് പറഞ്ഞാലും രവേട്ടനെ വിളിച്ചോ, കൃഷ്ണൻകുട്ടി മാഷ് രവേട്ടനെ വിളിക്കുന്നു പറയാത്തത്. എന്നിട്ട് ഞാൻ വിളിക്കും സുരേഷിനെ. എനിക്കറിയില്ല, സുരേഷ് പെട്ടെന്ന് സൈലൻ്റായിട്ട് എന്താ സുരേഷ് അവിടെ, വാട്ട് ഇസ് ഹാപ്പനിങ്, ഓൾ ഗുഡ്, ഇല്ല അവിടെ എന്തോ പറഞ്ഞു നീ ചൂടായിട്ടിരിക്കുന്നത്, ഇല്ല ഏട്ടാ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ആൻഡ് അവർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് വളരെ ആ ഒരു ഏട്ടനോടുള്ളൊരു ബഹുമാനം പോലെ എന്നോട്, ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഹി ഗീവ്സ് മീ ദാറ്റ് റെസ്പെക്ട് ആൻഡ് ഐ ഫീൽ പ്രൗഡ് ദാറ്റ് ഹി ഈസ് യങ്ങർ ടു മീ. സുരേഷിനെ തണുപ്പിക്കാൻ വിളിക്കുന്നത് എന്തൊരു ഗോകുൽ ഒരു പ്രാവശ്യം വിളിച്ചു. ഗോകുൽ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളവിടെ ഭയങ്കര പ്രശ്നമാണോ, എന്താ അര വന്നിട്ട് അങ്കിൾ ഇപ്പം ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ അതിൽ ഡീവിയേഷൻ വരുന്നു. പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു സംസാരിച്ച് ഞാൻ വേറെ എന്തൊക്കെയാണ് സംസാരിച്ചത്, എനിക്കറിയാം അവിടെ തന്നെ പ്രശ്നമാണ്. ആ വിളിച്ച് സംസാരിച്ചപ്പോൾ അത് തണുപ്പ്. സുരേഷ് ബേസിക്കലി ഇന്നസെൻ്റ് ആണ്. ഈ പറയുന്ന ഒച്ചമ്പളേ ഉള്ളൂ. എന്തിനിപ്പോൾ നാളെ എൻ്റെ പ്രചരണത്തിലൂടെ വരുന്നുണ്ട്. അപ്പം മിനിഞ്ഞാന്ന് അത് 2-3 പ്രാവശ്യം എനിക്ക് മെസ്സേജ് ഇട്ടു ഞാൻ വരുന്നു. ഞാനിനി റെസ്പോണ്ട് ചെയ്തില്ല. ഞാനീ ഓട്ടത്തിൽ 7 മണി തൊട്ടിട്ട് ഞാൻ വിചാരിച്ചു രാത്രി എന്നെ വിളിക്കുന്നു. ഞാൻ കാലത്തൊരു മെസ്സേജ് ഇട്ടിരുന്നു, കണ്ടില്ലേ ഇത്? ഞാൻ പറഞ്ഞു കണ്ടുപോനെ. എന്നിട്ട് അതിന് മറുപടി ഒന്നും കണ്ടില്ല. ചേട്ടാ അവന്മാരോട് പറഞ്ഞേക്ക് എന്നെ കൊണ്ട് വരാൻ. ഞാൻ എൻ്റെ പോനെ അവന്മാരെ ആത്മഹത്യ ചെയ്യും, അല്ല എങ്കിലും അവരുടെ ഹെലികോപ്റ്റർ വരാൻ പറ. സത്യമാണ്, ഇത് ഇവിടുന്ന് എവിടേക്ക് ഓടും, 140 മണ്ഡലങ്ങൾക്ക് ഓടാനാണ് മോളിന്ന് ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പം ആ സുരേഷിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പം സുരേഷും ഞാനുമായിട്ടുള്ള ആ ബന്ധത്തിനകത്ത് ഞാൻ പറഞ്ഞത് ഇവിടെ വന്നേ പറ്റൂ. ആൻഡ് ടുമോറോ ഈസ് കമ്മിങ്, ദാറ്റ് വിൽ ഗിവ് അനദർ ഒരു ഓളം എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെയുള്ള അതൊരു ബന്ധം വേറെയാണ്. അതിനകത്ത് എന്ത് ബന്ധമെന്ന് വെച്ചാൽ എനിക്കുമല്ല, പക്ഷെ എൻ്റെ ഒരു അനിയനാണ്, ഞാൻ സുരേഷിൻ്റെ ഏട്ടനാണ്. ഈ ഒരു ബന്ധം അവിടെ നിൽക്കുന്നുണ്ട്. വെറുതെ സുരേഷിനെ വിളിക്കാറില്ല. വല്ലപ്പോഴൊക്കെ സുരേഷ് ഇങ്ങോട്ട് വിളിക്കും, ചേട്ടാ കുറേ ദിവസമായല്ലോ വിളിച്ചിട്ട്. അപ്പം ഞാൻ യെസ് സർ. സാറോ? അത് ചിലപ്പം വിചാരിക്കും എന്നെ ആക്കുന്നതാണ്. ഞാൻ പറഞ്ഞു അതല്ല, മിനിസ്റ്റർ അല്ലേ, ഐ ഷുഡ് കോൾ യു സർ പ്രോട്ടോകോൾ വൈസ് എന്ന്. അപ്പം അങ്ങനെ നല്ലൊരു ബന്ധമാണ് സുരേഷായിട്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഓരോ തവണകളിലാണെങ്കിലും ഇപ്പോൾ പറഞ്ഞല്ലോ ഇന്നസെൻ്റ് ആണ്, ചിലപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ അത് രാഷ്ട്രീയപരമായാണ് ആളുകൾ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത്? ഇപ്പോഴും ആൾക്കെതിരെ വരുന്ന വിമർശനം രാഷ്ട്രീയക്കാരനായിട്ടില്ല, സിനിമ നടന്ന പോലെ ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയുമ്പോഴും എല്ലാ നേതാക്കളും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ. സുരേഷ് ഗോപി ആസ് എ മിനിസ്റ്റർ ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ അവിടെ പാർലമെൻറ്റിലോ പ്രധാനമന്ത്രിയുടെ മുന്നിലോ ഇന്നേ വരെ അദ്ദേഹത്തിന് ടിക്ക് ഓഫ് ചെയ്യാനുള്ളൊരു പോയിൻ്റ് അവർക്കാർക്കും കിട്ടിയിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം പൊളിറ്റിസൈസ് ചെയ്യും. ഓക്കെ, ഇറാൻ ഇറാഖ് യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടെ പ്രതികരിക്കുന്നതിനെ കൂടെ പോലും നിങ്ങൾ പൊളിറ്റിസൈസ് ചെയ്യണം. നിങ്ങളുടെ വികാരങ്ങൾക്കൊന്നും ഒരു സ്പേസുമില്ല, എല്ലാം പൊളിറ്റിക്സാണ്. അപ്പോൾ ആ പൊളിറ്റിക്സ് വരുന്ന സമയത്ത് നമ്മൾ ഓരോന്നും നമ്മളറിയാതെ നമുക്ക് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെല്ലാം ഡിഫൈൻ ചെയ്യാം. ഇപ്പം ഞാൻ ഇന്നലെ എനിക്കൊരു ചെറിയൊരു ക്ലിപ്പ് അയച്ചാണ്. ഒരു ബന്ധമില്ലാത്ത ഒരു ഇൻ്റർവ്യൂ 2 പേരിരുന്ന് ചെയ്യുന്നു. ഏതാ ചാനൽ എന്നുള്ളപ്പോൾ ഞാൻ ഇല്ലാതെ ഒരു സമയം വരട്ടെ. മേജർ രവി നിന്ന് കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തേർക്ക് ഒരു ഗുണമില്ല. ഓക്കെ ഫൈൻ. ഇയാൾക്ക് എന്നെ അറിയില്ല, ഇയാൾക്ക് എൻ്റെ പാസ്റ്റ് അറിയില്ല, പ്രസൻസ് അറിയില്ല. എവിടേക്കോ കേട്ടിട്ടുള്ള എന്തൊക്കെയോ വെച്ചിട്ട് ചാനലും തുറന്നു വെച്ചിട്ട് ബ്ലാ 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 ബ്ലാ. എന്നിട്ട് മേജറുടെ പേര് പറയുമ്പോൾ ഒരു ലൈക്ക് വല്ലതും കിട്ടും. അതിലെന്തോ 326 ലൈക്കേ ഉള്ളൂ. അപ്പം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങൾ അറിയുന്നവരെ കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫെയിം കിട്ടുമെന്നുള്ളത്. പക്ഷെ ഇന്ന് ജനങ്ങളത് മനസ്സിലാക്കുന്നത്. ഇന്ന് അങ്ങനെയുള്ള പെട്ടെന്ന് ഈ നെഗറ്റീവ് ന്യൂസ് കേൾക്കാൻ താല്പര്യമില്ല. ഇന്ന് ഞങ്ങളുടെ ഇലക്ഷൻ ക്യാമ്പയിൻ പോലും എന്താണെന്നറിയോ, ഞാനിത് എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചത് രാജീവേട്ടൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞു ഒരു പാർട്ടിക്കാരെയും കുറ്റം പറയേണ്ടത്, ഒരാളെയും തെറി വിളിക്കരുത്. നമ്മൾ സഭ്യമായ ഭാഷയിൽ നമ്മുടെ വികസനത്തിൻ്റെ പ്ലാനിങ്സ് എന്താണ്, അവിടെയാണ് പോസിറ്റിവിറ്റി വരുന്നത്. അതാണ് മാറ്റം. ഇതേവരെ നിങ്ങൾ കണ്ടതെന്താണ്? നെഗറ്റിവിറ്റി. കാലത്ത് പേപ്പർ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ അടി, ഇവിടെ അടി, അവിടെ റേപ്പ് ചെയ്തു, സോ
സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് പേപ്പർ തുറക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഇപ്പം ഈ ഇതിൽ വല്ലതും നോക്കണമെങ്കിൽ നോക്കിയാൽ മതി, ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും നമുക്ക് ആ ന്യൂസ് എന്താണെങ്കിലും. അപ്പം ആ നെഗറ്റിവിറ്റിയിൽ നിന്നൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഈ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, താങ്കൾ ഇപ്പോൾ ആർമി ഓഫീസറായി രാജ്യത്തെ സേവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒറ്റപ്പാലത്തുകാർക്ക് വേണ്ടി ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യലായുള്ള പദ്ധതികളുണ്ടോ, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആലോചനയിലുണ്ടോ? ഒറ്റപ്പാലത്തിൻ്റെ ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ചോദിക്കുമ്പോൾ ബെഞ്ച് ചോദിക്കും, ഭാരതപ്പുഴ ഇല്ല ഇവിടെ, ഒന്നപ്പുറത്ത് പോയി നോക്കുക, ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. എന്നാൽ ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് ഷൊർണൂർ പാലത്തിൻ്റെ അടിയിൽ പോയി നോക്കും, ഫുൾ വെള്ളമാണ്. കാരണം അവിടെ ഒരു തടയണ കെട്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒറ്റപ്പാലത്തുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ തടയണ കെട്ടിച്ചിരിക്കും. അത് എന്ത് പണിപ്പെട്ടിട്ടായാലും ശരി, ആ തടയണ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് വലിയ വോളമൊന്നുമല്ല, ഒരു 5 അടിക്ക്. അപ്പോൾ ഈ മഴവെള്ളം വരുന്ന സമയത്ത് മഴക്കാലത്ത് പുഴ നിറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കവിയുമ്പോൾ ബാക്കി അത് സെറ്റിലാവുന്ന സമയത്ത് ഈ 5 അടിക്ക് വെള്ളം എൻ്റെ അവിടെ നിൽക്കും. ഇതിൻ്റെ മേളിൽ കൂടെയുള്ളതായിരിക്കും പോകുന്നത്. ഈ പോകുന്നതായിരിക്കും അപ്പുറത്ത് തടയണയിട്ട് പിടിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും അപ്പം പട്ടാമ്പി, ഷൊർണൂർ, തൃത്താല ഈ സൈഡിൽ മുഴുവൻ ഇപ്പം ഇങ്ങനെ തടയണ കെട്ടിയുകൊണ്ട് കൃഷിക്കും എല്ലാറ്റിനും വെള്ളമുണ്ട്. ഞാങ്ങാട്ടി ഭാഗങ്ങളിലെല്ലാം ഇപ്പം ഇഷ്ടംപോലെ വെള്ളമാണ്. ഇവിടെ ഈ പാലത്തിന് മായന്നൂർ പാലത്തിൽ കൂടെ പോകുന്ന സമയത്ത് ഡ്രൈ. അതിന് അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ ഐവറമഠത്തിൽ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കാറ്. ഇത് ആ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് ബലി ഇട്ട് ഒന്ന് മുങ്ങിക്കുളിക്കാൻ വെള്ളമില്ല, അവിടെ ഒരു കുണ്ടുപോലുള്ള സ്ഥലത്തിൽ പോകേണ്ടി വരും, ഒഴുക്കില്ല. ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു 4 കിലോമീറ്ററിന് അപ്പുറത്ത് ഒറ്റപ്പാലത്തിൻ്റെ ബൗണ്ടറിയിൽ കൊണ്ടുപോയിട്ട് ഈ തടയണ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒറ്റപ്പാലത്തേക്ക് ഗ്രൗണ്ട് വാട്ടർ അവിടെ ലിഫ്റ്റാവും. ഇവിടെ വെള്ളം പുഴയിൽ ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ചൊരു 5 അടിക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പുറത്തുള്ള കിണറുകളെല്ലാം ഈ 5 അടിക്ക് പോകും. അപ്പം എന്താണ്, ഈ ഡ്രൈ ആയി കിടക്കുന്ന കിണറുകളെല്ലാം ആക്റ്റീവായി. രണ്ടാമത്, ഇവിടെ ജൽജീവൻ മിഷൻ്റെ പല പദ്ധതികളും നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കുന്ന എങ്ങനെയാണ്, എവിടെ ഉണ്ടോ വെള്ളം അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഏരിയയ്ക്ക് വേണ്ടി മാത്രമുള്ള ആ സംഭരണികളിൽ നിന്ന് പമ്പ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ പേരിന് അവിടെ ഒരു വെള്ള സംഭരണിയുണ്ട്, അതിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്തേക്കൊക്കെയാണ് പൈപ്പ് ഇട്ടിരിക്കുക. എവിടെ പ്രഷർ വരില്ല. സോ അതൊക്കെ കൃത്യമായി, അത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. ഇതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് എനിക്ക് ഇവിടുത്തെ വാട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന് ഗവൺമെൻറ് സപ്പോർട്ട് വേണം, സെൻട്രൽ ഗവൺമെൻറ്. അതെനിക്ക് കിട്ടും. ഞാനിവിടുത്തെ MLA ആയി കഴിഞ്ഞാൽ പിന്നെ മോദിജിയുടെ കാലിൻ്റെ താഴത്ത് ഞാൻ പോവില്ലല്ലോ. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് ഐ വോണ്ട് ടു, ഈ ഇവിടുത്തെ ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കണമെങ്കിൽ വേറൊരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, റെയിൻ വാട്ടർ സംഭരിക്കൽ എന്നുള്ളതാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് പല സ്ഥലങ്ങളിലും ഒരു വീട് വെക്കണമെങ്കിൽ അതിൻ്റെ സിസ്റ്റം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പെർമിറ്റ് കിട്ടില്ല. ഇവിടെ ആ സിസ്റ്റം ഇല്ല. അപ്പം ഇനി വരുന്ന വീടുകൾക്ക് അത് ചെയ്താൽ മാത്രമേ ഇത് കൊടുക്കൂ എന്നുള്ള റൂൾ നമ്മൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞെന്തായി, അപ്പോൾ അത്രയും വെള്ളം നമുക്ക് ഗ്രൗണ്ട് വാട്ടർ കിട്ടും മഴക്കാലത്ത്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും അധികം മഴ കിട്ടുന്ന ഒറ്റപ്പാലത്താണ്. കാരണം എന്ന് വെച്ചാൽ അപ്പുറത്തുള്ള മലകളിൽ നിന്നും ഇപ്പുറത്ത് 2 മലയ്ക്കും ഇടയ്ക്കുള്ളത് ഈ മഴ മുഴുവൻ ഈ സൈഡിലാണ് ഓപ്പണായിട്ട് കിട്ടുന്നത്. പാലക്കാട് കിട്ടുന്നതിനൊക്കെ കൂടുതൽ ഇപ്പുറത്ത് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം ഇവിടെ വന്നിട്ട് ഇത് വേസ്റ്റായി കളയില്ലേ. അപ്പോൾ അത് നമ്പർ 1 പോയിന്റ്. നമ്പർ 2, ഇവിടെ 2-3 സ്ഥലത്ത് ഞാൻ കറങ്ങുമ്പോൾ കുട്ടികൾ വെറുതെ ഹാർഡ് ബോർഡിൽ പുസ്തകത്തിൻ്റെയൊക്കെ ചെറിയ ബോർഡ് വെയിലിൻ്റെ മുകളിൽ കുത്തുക, ഞങ്ങൾക്ക് കളിക്കാൻ സ്ഥലമില്ല, കളിക്കാൻ സ്ഥലം തരുമോ. കൈ കൊണ്ട് എഴുതി വെച്ചിരിക്കുക. കുറച്ചെണ്ണം അവിടെ ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ കാറിൻ്റെ മുകളിൽ, ഞാൻ ആരാന്ന് പോലും അവർക്കറിയില്ല. കാറിൻ്റെ മുകളിലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വണ്ടി മുട്ടായി കൊടുത്തു, സാറേ ഞങ്ങൾക്ക് കളിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടാക്കി തരും. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് നീ എന്തിനാ എന്നോട് ചോദിക്കുന്നു? അല്ല സാറ് ആരോടെങ്കിലും പറയേ, നിങ്ങളുടെ വലിയ കാറൊക്കെ ഇല്ലേ. അവൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആളോട് പറഞ്ഞാൽ അപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയാണെന്നുള്ളതോ അതൊന്നും ഈ കുട്ടിക്ക് അറിയില്ല. അത് 4 ജനം കൂടിങ്ങ് വന്ന് ആൾക്കാരുണ്ട്. സാറ് വിചാരിച്ചു സൈക്കിള്. അപ്പൊ നമ്മുടെ മോനെ ഈ ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, ശരി സാറേ. പിന്നെ പോകുന്ന സമയത്ത് ഒരു ബാറ്റും ബോളും കൂടെ, ക്രിക്കറ്റിൻ്റെയും കൂടെ. ഇറ്റ് വാസ് സോ ഇന്നസെന്റ് പീപ്പിൾ. ഒറ്റപ്പാലത്ത് ഞാൻ എപ്പോഴും പറയുന്നത് ഇന്നസെന്റ് ആണ്. അതാ കുട്ടികളുടെ ഉണ്ടത്. അവർ ക്രൂക്കഡ്നെസ് ചെയ്യാൻ കണ്ടില്ല. ടൗണിൽ കൊച്ചിയിലുള്ളവന്മാരുടെ ആ ഒരു സ്മാർട്ട്നെസ് ഇവിടെ കാണില്ല. പക്ഷെ ആ ഇന്നസെന്റ് സൗന്ദര്യമുണ്ട്. ആ കുട്ടികളുടെ കളിസ്ഥലം ഞാൻ ഓൾറെഡി പ്ലാനിലുണ്ട്. എത്രയോ ഗവൺമെൻറ് സ്കൂളുകളിൽ വെറുതെ ഗേറ്റും പൂട്ടിയിട്ട് അവരെ കളിക്കാൻ സമ്മതിക്കാതെ വിടുകയാണ്. അത് നമ്മൾ തുറപ്പിച്ച് ഒരു കെയർ ടേക്കറിനെ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാവി അവർ സൂക്ഷിച്ചോളും, കുട്ടികൾക്ക് അവിടെ കളിക്കാം.
ഈ സമയത്ത് ഒരു ഡ്രഗ് മാഫിയയ്ക്കും ഇവന്മാരെ പുറകെ നടക്കാൻ പറ്റില്ല. ഈ സമയത്താണ് ഈ ഡ്രഗ് മാഫിയ നടക്കുന്നത്, കുട്ടികൾ താരാപാര നടക്കുന്നു. അപ്പോൾ വെറുതെ കൊണ്ടൊരു മുട്ടായി കൊടുത്ത് കാക്കാൻ ഇതൊന്നൊക്കെ അവൻ പിന്നെ ദേ ആർ ഓൾ ഗെറ്റിംഗ് അഡിക്റ്റഡ്. അച്ഛനമ്മമാർ അറിയുന്നില്ല. ആ അച്ഛനമ്മമാരുടെ കൂടെ മനസ്സമാധാനത്തിന് വേണ്ടി കുട്ടികളെ നമ്മൾ കളിപ്പിക്കാൻ വിടുക. ഈ 3 മണിക്കൂർ ഇവർ കളിച്ച് ടയർഡായിട്ട് വീട്ടിൽ പോയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യുമ്പോഴുള്ള ശക്തി ചിലപ്പോൾ കാണണ്ടായിരിക്കും. അതായത് കടന്നുറങ്ങട്ടെ, പക്ഷെ ദേ വിൽ നോട്ട് ഗെറ്റ് സ്പോയിൽഡ്. ഇത് ഒരു ടാർഗറ്റ് എൻ്റെ അടുത്തുണ്ട്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും അധികം ഹിന്ദു ടെമ്പിൾസും, ഞാൻ പറയുന്നത് വെച്ചാൽ പുരാതനമായിട്ടുള്ള മുസ്ലിം പള്ളികളോ ഇതൊന്നുമില്ല ഇവിടെ. പക്ഷേ ഈ ഹിന്ദു ടെമ്പിൾസ് വളരെയധികമുള്ളൊരു സ്ഥലമാണ്. തിരുവല്ലാമല തൊട്ടിട്ട് അപ്പുറത്തേക്ക് കടമ്പഴിപ്പുറം വരയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള അമ്പലങ്ങൾ, കാണാത്ത അമ്പലങ്ങൾ, അതിൻ്റെ ഐതിഹ്യങ്ങളും, ഇതിനെല്ലാം ഞാനൊരു ടൂറിസ്റ്റ് മാപ്പിലോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി ടൂറിസം മിനിസ്റ്ററും കൂടിയാണ്. അപ്പോൾ എനിക്കെൻ്റെ ആക്സസ് വെച്ചിട്ടാണ് ഞാൻ പ്രോമിസ് ചെയ്യുന്നത്. ഇത് പറഞ്ഞാൽ സുരേഷിൻ്റെ ഓഫീസിൽ ഞാൻ പോരില്ല, സാങ്ഷൻ ചെയ്യും, കയറ്റത് ടൂറിസം മാപ്പിനകത്തോട്ട് ഇന്നത് ചെയ്യും. അപ്പം എന്താ ടൂറിസം മാപ്പിലോട്ട് ഞാനത് കയറ്റുമ്പോൾ എനിക്ക് എൻ്റെ ചില വണ്ടികൾ ഇവിടെ നിർത്താതെ പോകുന്ന വണ്ടികൾ എനിക്കിവിടെ നിർത്തണം. ആ വണ്ടികളിലെല്ലാം ലിസ്റ്റ് ഇട്ട് അത് ഞാൻ നിർത്തിപ്പിക്കും. കാരണം ഇന്ന് സെൻട്രലിൽ ഞാൻ എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്, എൻ്റെ പ്രധാനമന്ത്രിയാണ്. അതല്ലേ ഞാൻ പറയാം. പിന്നെ ഞാൻ കാലിലോടെ ഇരിക്കും. നിങ്ങൾ എസ് പി ജിക്കാർ തട്ട് പിടിക്കുക, എന്താ ഈ ഒരു MLA ശല്യമായിട്ട് മാറുക. അപ്പം എൻ്റെ വണ്ടിയോടെ നിൽക്കും. വണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്തായി? ഇതെല്ലാം ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ വണ്ടികൾ കൂടുതൽ നിൽക്കുന്നു, ആളുകൾ വരുന്നു, ടാക്സി സ്റ്റാൻഡ് വലുതാവും, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വലുതാവും, ഇവരെല്ലാം വളരും. അപ്പം ടൂറിസത്തിൽ കൂടെ എന്തെല്ലാം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം എനിക്ക് സാധിക്കും. പിന്നെ ചോദിക്കും, എന്താ സാറ് സാർ ഹിന്ദു ആയതുകൊണ്ടാണ്? ഞാൻ ഹിന്ദു അല്ല, ഹിന്ദുവാണ് ബൈ ബർത്ത്. ബേസിക്കലി ഐ ആം എൻ ഇന്ത്യൻ. ഇന്ത്യൻ എന്ന് പറയുന്നതിനകത്ത് 150 കോടിയിൽ ഇന്ത്യൻ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിൽ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, വേറെ ക്രിസ്ത്യാനി ഒന്നുമില്ല. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. പക്ഷെ ഞാൻ ചിലപ്പോൾ അമ്പലത്തിൽ പോകും, അവൻ പള്ളിയിൽ പോകും. അതവനെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, അവൻ പഠിച്ചു വന്ന അങ്ങനെയാണ്. പൊയ്ക്കോട്ടെ, അതിനെന്ത്. സോ ഐ ആം ലുക്കിംഗ് ആഫ്റ്റർ ഇവിടെ ഈ 2.5 ലക്ഷം വോട്ടേഴ്സിൻ്റെ ഫാമിലീസും ഇവർക്കും വേണ്ടിയിട്ട് അവരുടെ ഇൻട്രസ്റ്റാണ് നോക്കുന്നത്. അതിനകത്ത് പല ജാതി മതക്കാരുമുണ്ട്. ഐ എം നോട്ട് ബോതർഡ്. ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ആഗ്രഹിക്കുക എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഒറ്റപ്പാലം. ഇതായില്ലേ, ഇനി വേറെ കിടക്കും. നിങ്ങളെല്ലാം ഇപ്പോൾ ഈ IT പാർക്ക് കൊച്ചിയിൽ നോക്കിയാലുണ്ട്, പാലക്കാട്, കോഴിക്കോടും ഉണ്ട് തോന്നുന്നുണ്ട്, പല സ്ഥലങ്ങളിലും ചെറിയ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ IT-യുടെ അല്ല, ഇറ്റ്സ് ഗോയിങ് ടു ബി AI. AI എന്ന് പറഞ്ഞിട്ടൊരു സമ്മിറ്റ് നമ്മുടെ ഇന്ത്യയിൽ നടത്തിയപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞാനതെല്ലാം തല്ലിപ്പൊളിച്ചു, യൂത്ത് കോൺഗ്രസ് എല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അഭിമാനത്തോടു കൂടി പറഞ്ഞു. ഒരു രാജ്യത്ത് നടക്കുന്ന രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. അതേ സമയത്ത് കട്ടിങ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പിന്നെ അഗെയിൻ വരും. അപ്പുറത്ത് കട്ടിങ് ഇൻ്റർനാഷണൽ UN മിഷനിൽ പറയുന്നതാണ്, ഇന്ത്യ ഹാസ് ഗ്രോൺ ടു ഫാർ ഹെഡ് ഇൻ AI. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണത്, യു ഷുഡ് പ്രൗഡ് ഓഫ് യുവർ കൺട്രീസ് പ്രോസ്പെരിറ്റി. പക്ഷെ അവിടെ നമുക്ക് രാജ്യത്തിനകത്ത് ഇതുള്ള ദേശദ്രോഹികളുണ്ട്. നമ്മുടെ ദേശത്തിനെ കുറിച്ച് ഒന്നും നല്ലത് പറയില്ല. ഓപ്പറേഷൻ സിന്ദൂർ നടന്നു, അവർ ഘോരഘോരം ഘോഷിക്കുകയായിരുന്നു 5 റഫാൽ വേണമെന്ന്. ക്യാൻ യു ഡു ദാറ്റ്? ഞാനൊരു എൻ്റെ വീടിനെ സ്നേഹിക്കുന്ന ആളാണ്. വെറും നമ്മൾ വീടിനെ എടുക്കാൻ, നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് വരാം, ഇന്നെൻ്റെ അച്ഛന് അയലോക്കിന് അടിയിട്ടിട്ടാ പറയുമോ? കാരണം കുടുംബത്തോട് സ്നേഹമുണ്ട് അല്ലേ? ആ സ്നേഹമാണ് നമുക്ക് നാട്ടിനോട് വേണ്ടത്. നമുക്ക് അടിയിട്ടാലും പറയരുത് പബ്ലിക്കില്. അപ്പം ഇതെന്താ അടിയൊന്നും കിട്ടിയിട്ടില്ല, അല്ല അത് പറഞ്ഞുകൊണ്ട് കിടക്കുക. അതിനവിടെ ഒരു മീഡിയക്കാരനും എഴുതുന്നത് കാശും വാങ്ങിച്ചിട്ട് ഒരു തന്നെ ഉണ്ടായിരുന്നല്ലോ, അവനുള്ള കൊടുക്കാതെ കൊടുത്ത് 3 ദിവസം പൂടിക്കുകയും ചെയ്തു. ഇപ്പോഴും അവൻ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് എങ്ങനെയൊക്കെ. പക്ഷെ അവനൊന്നും പിടിച്ചാൽ കിട്ടുന്ന ലെവലിലല്ല മേജർ വേ നിൽക്കുന്നത്. ബിക്കോസ് ദേ ആർ ഓൾ ടു സ്മോൾ ഫോർ മീ എന്നുള്ളതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അപ്പം ആ AI കുറിച്ചിട്ട് ആരും ചിന്തില്ല. ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ഒറ്റപ്പാലത്ത് എന്തുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ. അപ്പം പ്രശ്നം എന്താണ് വരുന്നത്? ഇതിന് സ്ഥലം സാറേ ഇവിടുന്ന് കിട്ടും. ഓക്കെ, സ്ഥലം എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഇതേപോലെ ഇപ്പോൾ മാർക്സിസ്റ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്റോ ഭരിക്കുകയാണെങ്കിൽ BJP-ക്കാരൻ അവന് ഞാൻ സ്ഥലം കൊടുക്കില്ല. അവർക്ക് കേരളം നന്നാവുക എന്നുള്ളതല്ല, അവർക്ക് കിട്ടിയിട്ടുള്ളത് ആ പാർട്ടിക്കാർ എന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെയാവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പാലക്കാട് നിന്ന് ഒരു വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകൻ MBA ഒക്കെ ചെയ്തിട്ട് അച്ഛൻ്റെ ഇതിനകത്ത് ഇതിങ്ങനെ സംസാരിച്ചു. അങ്കിൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത്, എന്താ അങ്കിൾ ഒറ്റപ്പാലത്തിടുന്നു ചോദിച്ചു. ഒന്നാമത് ഞാൻ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇലക്ഷൻ നിൽക്കുകയാണ്.
ഒറ്റപ്പാലത്ത് നിർത്തിക്കഴിഞ്ഞാൽ മോനെ ഇത് പാലക്കാടിൻ്റെ സെൻറ്ററാണ് ഒറ്റപ്പാലം. ആ. ഇങ്ങോട്ടും 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 തൃത്താല വരയ്ക്കും പാലക്കാട് വരയ്ക്കും കണ്ണാടി ആ സൈഡ് വരയ്ക്കും നോക്കിയാൽ സെൻറ്ററാണ്. സോ ഇഫ് ഐ കീപ്പ് ഇറ്റ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസിലെ പിള്ളേർക്ക് ബെനിഫിറ്റ് പ്ലസ് എനിവേർ ഏത് സൈഡിലും പാലക്കാട്ടിലുള്ളവർക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഐ വോണ്ട് ടു ക്രിയേറ്റ് ദാറ്റ് AI ഹബ്. അതാണ് അടുത്ത ഫ്യൂച്ചർ. ഇത് ഞാൻ പബ്ലിക്കിൻ്റെ അടുത്ത് പറഞ്ഞു, പബ്ലിക് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളതാണ് ഡെവലപ്മെൻറ്റ്. ഈ അരമണിക്കൂർ ഞാൻ ഇത് പറയാതെ പിണറായി വിജയൻ സർക്കാർ അയ്യപ്പൻ്റെ മാല കെട്ടുകയും മറ്റു നല്ല കാര്യമുണ്ടെന്ന് അത് ജനങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പം ഞങ്ങളുടെ പ്രചരണം എന്ന് പറയുന്നതും അത് ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റിന്റെ ഇൻസ്ട്രക്ഷൻ ഇതാണ്. രാജേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, രവി കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കരുത്, ഒരാളും തെറി വിളിക്കരുത്. ഞാൻ രാജേട്ടൻ എന്നെ കുറിച്ചുള്ള റെപ്യൂട്ടേഷൻ അല്ല, ചിലപ്പോൾ താൻ കൈവിട്ടു പോകും. ഞാൻ പറഞ്ഞു അങ്ങനെ അത് ചിലപ്പോൾ വിളിക്കേണ്ടവരെ വിളിക്കും, അത് ഐ എം സോറി, പക്ഷെ അതുണ്ടാവില്ല. കാരണം ഇതിനകത്ത് നമ്മൾ ഡെവലപ്മെൻറ്റ് സംസാരിക്കും. ഈ ജനങ്ങളോട് അതാണ് പറയേണ്ടത്. നിങ്ങൾ മറ്റൊക്കെ മറക്കും, നെഗറ്റിവിറ്റി ഫൊഗറ്റ് അബൌട്ട് ഇറ്റ്. അവരൊന്നും ചെയ്തില്ല, നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർ കട്ടു അതിൻ്റെ കേസ് അതെല്ലാം അവരൊക്കെ റഫാദ പാക്കിട്ട് പോയി കാണുമായിരിക്കും. അതിപ്പോൾ നമ്മുടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അതൊന്ന്. ഈ അമ്പലത്തിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ടൂറിസം അവിടെ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഈ പ്രോബ്ലമായി, സ്കൂളുകളിൽ ഇതായി. ഭാരതപ്പുഴയ്ക്കൊരു കൾച്ചറുണ്ട്. ഭാരതപ്പുഴ പ്രൊട്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ ഇവിടെ ഇന്നും ഞങ്ങൾ വികാരഭരിതരാകുന്ന കുറേ പാലക്കാട്ടുകാരുണ്ട്.